നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണത്തിൻ്റെ ദുരൂഹതകൾ തീർക്കണം എന്നാവശ്യപ്പെട്ട് ആ ദുരൂഹതകൾ അകറ്റുന്നതിന് വേണ്ടി CBI അന്വേഷണം എന്ന ആവശ്യവുമായി നിലമ്പൂർ MLA PV അൻവർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണുന്നു. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് PV അൻവർ പറയുന്നത്. ഇതിൽ ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. മറിച്ച് കണ്ണൂരിലുള്ള പല വഴിവിട്ട കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ADM നവീൻ ബാബു നേരിട്ടിടപെട്ട് ചെയ്തു കൊടുക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് വഴിവിട്ട രീതിയിൽ നവീൻ ബാബുവിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ഭാഗത്തു നിന്നും കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് PV അൻവർ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചത്. നവീൻ ബാബുവിന് മേൽ P ശശിയുടെ അതീവ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷയോട് തുറന്നു പറഞ്ഞിരുന്നതായും PV അൻവർ വ്യക്തമാക്കി. കണ്ണൂരിൽ ഒരു കാരണവശാലും ജോലി ചെയ്യാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള സമ്മർദ്ദമായിരുന്നു P ശശിയും PP ദിവ്യയും അടങ്ങുന്ന കണ്ണൂരിലെ ഒരു കോക്കസ് നവീൻ ബാബുവിൻ്റെ മേലിൽ ചെലുത്തിയിരുന്ന സമ്മർദ്ദം എന്ന് തന്നെയാണ് PV അൻവർ പറയുന്നത്. വഴിവിട്ട പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ വേണ്ടി P ശശിയും P ശശിയോടടുത്ത ചില കോക്കസുകളും നവീൻ ബാബുവിനെ നിർബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അഴിമതിക്കാരനല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഇവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാൻ നവീൻ ബാബു ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഈ മാനസിക നില തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത്. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും PP ദിവ്യയും അടങ്ങുന്ന കണ്ണൂരിലെ ഒരു പറ്റം ഭൂമാഫിയ കോറി മാഫിയകളുടെ നിർബന്ധത്തിന് വഴങ്ങി വഴിവിട്ട യാതൊരു പ്രവർത്തനത്തിനും താൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടുമായി നിന്ന നവീൻ ബാബുവിനെ ഇവരിൽ ആരൊക്കെയോ ചേർന്ന് അപായപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എങ്ങനെയാണ് 0.5 mm മാത്രമുള്ള ഒരു പ്ലാസ്റ്റിക് ചരടിൽ ഏതാണ്ട് 55 കിലോഗ്രാം തൂക്കമുള്ള ഒരു മനുഷ്യൻ തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മൊബൈൽ ചാർജറിൻ്റെ പോലും വണ്ണമില്ലാത്ത ഒരു കയറിൽ എങ്ങനെയാണ് നവീൻ ബാബുവിനെ പോലെ 55-60 കിലോ തൂക്കമുള്ള ഒരാൾ തൂങ്ങി മരിക്കുക? ഒരു കാരണവശാലും അത് സംഭവ്യമല്ല എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. കണ്ണൂർ ലോബിയുടെ ചില കള്ളക്കളികൾ, ഭൂമാഫിയകൾ ഉൾപ്പെടെ കോറി മാഫിയകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരവധി രഹസ്യ ഇടപാടുകൾ നവീൻ ബാബു കണ്ടറിഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ നവീൻ ബാബു രേഖപ്പെടുത്തി ഒരു ഫയലായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫയൽ പുറത്തു പോകുകയാണെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭൂമാഫിയയും കോറി മാഫിയയും P ശശിയും PP ദിവ്യയും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ നവീൻ ബാബുവിനെ വകവരുത്തിയത് എന്ന് തന്നെ PV അൻവർ തുറന്നടിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ വീണ്ടും ഒരു പോർമുഖം തുറന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി P ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഭരണനയ വൈകല്യങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ADGP MR അജിത് കുമാറിനെതിരെയുമെല്ലാം നിശിതമായ വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. P ശശിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നിർണായക സ്വാധീനം അഥവാ പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിക്കൊണ്ട് P ശശി തന്നെയാണ് കേരളത്തിന്റെ ഭരണം കൈയാളുന്നത് എന്നാണ് ഒരു ഘട്ടത്തിൽ PV അൻവർ പറഞ്ഞത്. എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ കൃത്യമായി P ശശിക്കും കണ്ണൂരിലെ ചില ഭൂമാഫിയകൾക്കും കോറി മാഫിയകൾക്കും കൃത്യമായ പങ്കുണ്ട്. ഇത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇതിന് കൃത്യമായി പുറത്തു വരണം എന്നുണ്ടെങ്കിൽ CBI അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണുമ്പോൾ ഈ ഒരു ആവശ്യം കൂടി ഉന്നയിക്കും. മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ താൻ കക്ഷി ചേരും എന്നുകൂടി PV അൻവർ അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്ക് തെല്ലൊന്നുമല്ല ഇനി നെട്ടോട്ടം ഓടേണ്ടി വരിക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങളാണ് PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബക്കാർ പത്തനംതിട്ടയിൽ നിന്നും എത്തുന്നതിന് മുമ്പ് മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത്?
ബന്ധുക്കളുടെയോ അടുത്ത സുഹൃത്തുക്കളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ ഒരു മൃതശരീരം ഇൻക്വസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്നുള്ള ചട്ടം നിലവിലിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് കണ്ണൂരിലുള്ള കളക്ടറും അതുപോലെ തന്നെ CPM-ന്റെ വേണ്ടപ്പെട്ട ആളുകളും ചേർന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിൽ തന്നെ ദുരൂഹതയുണ്ട് എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. തന്നെയുമല്ല, ADM നവീൻ ബാബുവിനെതിരെ 98,000 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന TV പ്രശാന്തൻ ജോലി ചെയ്യുന്നത് പരിയാരൻ മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ കയറി വന്ന് ആരോപണം ഉന്നയിക്കുകയും ഈ ആരോപണം ഉന്നയിച്ചത് വീഡിയോയിൽ പകർത്തി മാധ്യമങ്ങളിലൂടെ ലോകത്തെത്തിക്കുകയും ചെയ്ത PP ദിവ്യ, അതായത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയുടെ ഭർത്താവ് അജിത്ത് ജോലി ചെയ്യുന്നതും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന് പറയപ്പെടുന്ന ഇവരെല്ലാം ജോലി ചെയ്യുന്ന കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല. ഇത് കണ്ണൂർ കളക്ടറായ അരുൺ വിജയിനെ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. കളക്ടർ അവർക്ക് ഉറപ്പ് കൊടുത്തു, ഞാനിവിടെയുണ്ട്, അത്തരത്തിൽ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന്. എന്നാൽ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇടാപിടി എന്ന് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. ഇതെന്തിനു വേണ്ടി എന്നാണ് PV അൻവർ ചോദിക്കുന്നത്. അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് PV അൻവർ പറയുന്നത്. മാത്രമല്ല, പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തം പുരണ്ടിരുന്നു, രക്തത്തിൽ കുതിർന്നിരുന്നു എന്നുള്ള വിവരം സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. FIR-ലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അടിവസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നു, രക്തത്തിൽ കുതിർന്നിരുന്നു എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം കൃത്യമായി തന്നെ ഈ മരണം ആത്മഹത്യയല്ല, ഇത് കൃത്യമായ രീതിയിൽ നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയതാണ്, കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം താൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ വയ്ക്കും എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വരുന്ന 12-ാം തീയതി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി പരിഗണിക്കപ്പെടുന്നു. CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളത് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അന്ന് തീരുമാനിക്കും. നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷണത്തിൻ്റെ പുരോഗതി എവിടെ വരെയായി, കേസ് ഡയറിയും കേസ് അന്വേഷണ റിപ്പോർട്ടും ഡിസംബർ 6-ാം തീയതിക്കുള്ളിലായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ സർക്കാർ കൃത്യമായി ഒളിച്ചു കളിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്ന് PV അൻവർ പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ട്. ഒരു കാരണവശാലും ഇത് ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുബോധവും PV അൻവറും ഇത് തന്നെ എടുത്തു പറയുമ്പോൾ തീർച്ചയായും നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ കൃത്യമായ ദുരൂഹതകളുണ്ട്. അതിന് പിന്നിൽ ഏതൊക്കെയോ വലിയ ശക്തികളുണ്ട്. ഈ ശക്തികളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി തന്നെയാണ്. PP ദിവ്യ അടങ്ങുന്ന ഒരു കോക്കസും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് PV അൻവർ എടുത്തു പറയുന്നു. എന്നാൽ P ശശി തൻ്റെ FB കുറിപ്പിലൂടെ PV അൻവറിന് ഒരു മറുപടി കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം പച്ചക്കള്ളം തന്നെയാണ്, അടിസ്ഥാനരഹിതമായി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന PV അൻവറിനെതിരെ നിയമ നടപടികളായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് P ശശി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും PV അൻവർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കും. എന്തായാലും CBI അന്വേഷണം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.